ഒരു നീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ത്രോസ് ബോൾസ് വിത്ത് സെയിം സ്പീഡ് വെർട്ടിക്കലി അപ്വാർഡ്സ് വൺ ആഫ്റ്റർ ദ അതർ അറ്റ് ഇൻ്റർവൽ ഓഫ് 2 സെക്കൻഡ്. ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും ആകാശത്തേക്ക് ഒരാൾ സെയിം സ്പീഡിൽ ബോളുകൾ എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദ ത്രോ സോ ദാറ്റ് മോർ ദാൻ 2 ബോൾസ് ആർ ഇൻ സ്കൈ അറ്റ് എനി ടൈം. ആകാശത്ത് എപ്പോഴും 2ൽ കൂടുതൽ ബോളുകൾ ഉണ്ടാവാൻ ഇയാൾ എറിയുന്ന ബോളിൻ്റെ സ്പീഡ്സ് എന്തായിരിക്കണം? ഓക്കെ, അപ്പോൾ 2ൽ കൂടുതൽ ബോൾ എന്ന് പറയുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 ബോൾ മിനിമം ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ആകാശത്ത് എപ്പോഴും നമുക്ക് 3 ബോൾ ഉണ്ടായിരിക്കണം മിനിമം. അതിന് ഈ ബോളുകളുടെ ബോൾ എറിയുന്ന സ്പീഡ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോൾ എറിയുന്നത് t0 സെക്കൻഡിലാണ്. നമുക്ക് മിനിമം 3 ബോൾ വേണം. അപ്പോൾ ഈ t0 സെക്കൻഡിൻ്റെ കാര്യം നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത് t2 സെക്കൻഡ് ആകുമ്പോൾ 2 ബോൾ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് മിനിമം 3 ബോളാണ് വേണ്ടത്. ഇപ്പോൾ t4 സെക്കൻഡ് ആവുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 ബോളിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ 4 സെക്കൻഡ് ആവുന്ന സമയത്ത് ബോൾ 1 ഓൾറെഡി ഗ്രൗണ്ടിലെത്തിയാലോ? അതാണ് ഞാനിവിടെ ഈ വലത് ഭാഗത്തുള്ള ബോട്ടം റൈറ്റ് കോർണറിൽ വരച്ചിരിക്കുന്നത്. ഈ ബോക്സ് നമ്മൾ നോക്കുമ്പോൾ ബോൾ 1 ഓൾറെഡി ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയാൽ എന്തായി? സ്കൈയിൽ 3 ബോൾ വരില്ല. അപ്പം ഇങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് പറയണം ഈ ബോൾ 1ൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഐഡിയ. അതായത് ബോൾ 1 എയറിലായിരിക്കണം. അപ്പോൾ ബോൾ 1 എയറിലായിരിക്കണമെങ്കിൽ എയറിലായിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും അല്ലേ? എയറിൽ ഉണ്ടാകുന്ന ടൈമാണ്, ഒരു ബോൾ എയറിൽ ഉണ്ടാകുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പം ഈ 4 സെക്കൻഡിൽ ആകുമ്പോൾ ഈ ബോൾ 1 ആകാശത്തുണ്ടാവണം. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോൾ 1 ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് ആയിരിക്കണം. 4 സെക്കൻഡിനേക്കാളും കൂടുതലായിരിക്കണം ബ്ലാക്ക് ബോളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ 5 സെക്കൻഡാണ് വിചാരിക്കുക ബ്ലാക്ക് ബോളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പം ഈ ബ്ലാക്ക് ബോൾ തിരിച്ച് ഇവിടേക്ക് എത്താൻ എന്ത് സമയം എടുക്കും? 5 സെക്കൻഡ് എടുക്കും. അപ്പോൾ t4 സെക്കൻഡ് ആവുന്ന സമയത്ത് ബ്ലാക്ക് ബോൾ എയർ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ അതിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഐഡിയ എന്താണ്? ഫസ്റ്റ് ബോൾ ഷുഡ് ബി ഇൻ എയർ അറ്റ് t1 സെക്കൻഡ്. സോറി, t4 സെക്കൻഡ്. 4 സെക്കൻഡ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ബോൾ എയറിലായിരിക്കണം. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോൾ 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ്. നമ്മൾ ബോൾ 1ൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? t = 2u/g. അതിൽ നിന്നും നമുക്ക് കിട്ടും u = gt/2. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. u = ജിൻ്റെ വാല്യൂ 9.8 അവർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ്. ബോൾ 1ൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് ആയിരിക്കണം. സോ ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് 9.8/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 4.9 കിട്ടും. അപ്പോൾ 4.9 മൾട്ടിപ്ലൈഡ് ബൈ ഗ്രേറ്റർ ദാൻ 4. അപ്പം എന്തായിരിക്കും? 4.9 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്താണ്? 4.9 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 19.6 ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് 4.9 മൾട്ടിപ്ലൈഡ് ബൈ ഗ്രേറ്റർ ദാൻ 4 ചെയ്താൽ എന്താ കിട്ടാം? ഈ കിട്ടുന്ന വാല്യൂ 19.6-നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. മനസ്സിലായില്ല. എടാ, ഞാൻ പറഞ്ഞത് 4.9 × 4 19.6 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ യുവിൻ്റെ വാല്യൂ 4.9 × ഗ്രേറ്റർ ദാൻ 4 ആണ്. അതായത് 4.9 × 5 ചെയ്താൽ എന്താ കിട്ടാം? 19.6-നേക്കാളും വലിയ വില കിട്ടാം. 4.9 × 4-നേക്കാളും ഗ്രേറ്റർ ആയ നമ്പർ പറയും 10. 4.9 × 10 ചെയ്താൽ 49 കിട്ടാം. അതെന്താ സംഭവിക്കുക? അതിൻ്റെ വാല്യൂ എന്താണ്? 19.6-നേക്കാളും കൂടുതലാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. യു എന്തായിരിക്കണം? അപ്പം ഗ്രേറ്റർ ദാൻ 19.6 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ഉത്തരം കിട്ടി? ഈ വാല്യൂ 19.6-നേക്കാളും വലുതായിരിക്കണം. അതായത് നമുക്ക് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, മോർ ദാൻ 19.6 m/s. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള, സാർമാർക്ക് പോലും കൺഫ്യൂഷനിങ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.